ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈശുസ്ക. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുമ്പി സ്വാഗതം പറയടി. സാധനം ആ സാധനത്തിന് ഇങ്ങോട്ട് എടുക്കാത്തത് അത് ഡ്രസ്സ് ഇട്ടിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ശ്വാസം വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന, കാരണം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. രാവിലെ അല്ലൂട്ടനെ സ്കൂളിലേക്കൊക്കെ വിട്ട് എന്റെ പണികളൊക്കെ അടുക്കളയിലൊക്കെ ഒന്ന് ഒതുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷേട്ടനും ഏടത്തമ്മയും കൂടെ വിളിക്കുന്നത് കേട്ടോ. ആ കല്യാണിയുടെ വീട്ടിലേക്ക് വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട്, അതും എന്നോട്. നിങ്ങൾ ആലോചിച്ച് വെക്കണം, എനിക്ക് ഇവിടുന്ന് എന്റെ കെട്ടിന് വിടുന്ന എന്റെ വീട്ടിലേക്ക് പോലും മര്യാദയ്ക്ക് വഴി അറിയില്ല. ഞാനാണ് ഇത്രയും ദൂരമുള്ള കല്യാണിന്റെ വീട്ടിലേക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയും മാത്രമുള്ള വിവരം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ഫോണ് അച്ഛന് കൊടുത്തു. അപ്പൊ അച്ഛൻ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ, കൂട്ടിന് വേണമെങ്കിൽ വഴി പറഞ്ഞാലും അല്ലെങ്കിലും ഞാൻ കൂടെ വരാം, വീട് കണ്ടാൽ എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടോ. അവരുടെ തമാശ പറഞ്ഞു. കാരണം വാവേനെ കാണാൻ ഒരു ചാൻസ്, അവൾ ഇവിടെ വന്നു പോയതിനു ശേഷം എനിക്കിങ്ങനെ എന്തോ പോലെ ഇരുന്നു. കാണാനൊരു ചാൻസ് കിട്ടണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല. പിന്നെ ഒന്നാമത് ഇത്രയും ദൂരാണ്. അപ്പൊ എനിക്ക് ഇന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഇവിടുന്ന് ആരുമില്ല. അച്ഛൻ ഇത്രയും ദൂരേക്കൊന്നും വണ്ടി എടുത്ത് പോകാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പോകാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ പിന്നെ മുതലാക്കി കളയാന്ന് വെച്ച് വെറുതെ പറഞ്ഞിരുന്നു, വീട് കണ്ടാൽ എനിക്ക് അറിയാട്ടോ, വേണേ ഞാനും വരാന്ന്. അപ്പൊ ഞാൻ തമാശ പറഞ്ഞതായിരുന്നെങ്കിൽ കൂടിയും കുറച്ച് കഴിഞ്ഞാൽ വേടത്തി കൊണ്ട് വിളിക്കുന്നത്, എന്നാ വാ ഇനിയും വാ നമുക്ക് പോവാം. ഞാനും പ്രതിഷേട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ, വല്യമ്മയും മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചാൻസ് കിട്ടിയല്ലോ എന്നാൽ പോയേക്കാന്ന്. അങ്ങനെ ഞാനും തുമ്പമ്മയും കൂടെ റെഡി ആയിട്ടുണ്ട്. അല്ലുട്ടൻ ഇല്ല, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ സീന്. ചാൻസ് കിട്ടിയപ്പോൾ പോണമെന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അല്ലൂസ് ഞങ്ങളവിടെ കണ്ടില്ലെങ്കിൽ അലമ്പാക്കുമെന്നൊരു പേടി. പിന്നെ ഓന് എന്നെ കിട്ടിയില്ലല്ലോ, അച്ഛമ്മനെ കിട്ടിയാൽ മതി, അത് വേറൊരു കാര്യം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഗൈസ് ഞങ്ങൾ എന്തായാലും പോവാണ്. അയ്യോ, ഒരു കോള് വന്ന കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ പറയും. ഞാൻ റെഡി ആയിട്ടുണ്ട്, മുടി കെട്ടാണ്ട്. മുടിയും കൂടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റായി ഗൈസ്. പിന്നെ തുമ്പമ്മേനെ റെഡി ആക്കണം. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് അവനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കാണാലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീനമ്മേന്റെയും പിന്നെ ഉണ്ണിയച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ വീഡിയോസ് ഇടുന്നതൊക്കെ. ഞാൻ ആക്ച്വലി എങ്ങനെ പോകാനാണ് ഗൈസ്, കാരണം അല്ലോട്ടിന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ഇനി വെക്കേഷനൊക്കെ വരണം, അല്ലെ എന്തെങ്കിലും ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളത് കാണിച്ചിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും അതൊക്കെ വരുന്നുണ്ട്. അതുമ്മ പിന്നെ വൈശാട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടുള്ള സങ്കടങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി പോയാനും. പക്ഷെ ഏട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ വ്ളോഗ്സ് ഒന്നും വരാത്തത്. അപ്പൊ എന്തായാലും നമ്മൾ കഴിയുന്നതും അങ്ങനത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വിശേഷം എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മൾ കല്യാണിനടുത്ത് പോവാണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. പാടിക്കൊടുക്ക്. കണ്ടിട്ടും കണ്ടിട്ടും ഓ ശരി, പഠിക്കോ മോള് പഠിക്കോ. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം മണ്ണിനും പൊടരണം തന്നേനും പൊടരണം തന്നാണ് വന്നിട്ട് നന്നിട്ടിനും തല്ലേന്ന് വന്നിട്ട് വന്നിട്ടിനും മിന്നൽ വേള പാട്. പാടൂല അറിയൂല എന്ന് പറയണി പൊട്ടത്തി. അറിയൂല. എന്നാ മറ്റേ പാട്ടോടെ കൊടുക്ക്. എന്തമ്മേ തുണ്ടത്തെ അമ്മ പാടുവ. എന്തമ്മേ ചുണ്ടത്ത് തുണ്ടമ്മ വന്നിട്ടോടനെ പമ്പിട്ടു പമ്പിട്ടോ എല്ലാരും പേശുമ്പോൾ ഉള്ളം നന്ദിട്ടോ. ഇതൊക്കെ പാടണം കേട്ടോ തുമ്പ, കേട്ടണോ? എന്നാ വേറൊരു പാട്ട് പാടും മോള്. അങ്ങുവാനെ കോണില് പാടി കൊടുക്ക്. തന്നൂടെ അമ്മത്ത് തുന്നേനോ തെറ്റിന് തുന്നേനോ അമ്മ തുന്നേനോ തൊച്ചിന് തുന്നേനോ
ഇതിനൊക്കെ ഈ ലിറിക്സ് എഴുതുന്ന ആൾക്കാർക്കൊന്നും ഒരു പണിയില്ലായിട്ട് അവർ എഴുതിയാൻ തോന്നുന്നു. മോക്ക് മൂളി തീർക്കാനുള്ള പാട്ടാണിത് ശരിക്കും. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വാവേനെ കാണാനുള്ള ഒരു പോക്കാണ് കേട്ടോ. അല്ലുട്ടൻ ഇല്ലാത്തതിനൊരു സങ്കടമുണ്ട്. വന്നു കഴിഞ്ഞിട്ട് മൂപ്പര് അലമ്പായിരിക്കുന്നത് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇളയമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ യാത്രയൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ അവരോടൊക്കെ ബായ് പറഞ്ഞ് പോവാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ ഇതാ വണ്ടിയിലെത്തുന്ന അവിടം വരെ അമ്മയും അച്ഛനൊക്കെ അവിടെ നിന്ന് നോക്കിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കയറി കുറച്ചും കൂടെ എത്തിയപ്പോൾ അവർ ബേക്കറിയും പിന്നെ വാവയ്ക്ക് ഉടുപ്പും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. തുമ്പമ്മയുടെ ഈ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു മിഡിയും ഒരു ടോപ്പുമാണ്, ഹാഫ് മിഡി കേട്ടോ. പക്ഷേ ഭയങ്കര അടിപൊളി സ്റ്റിച്ചിങ് ആയിരുന്നു, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെസ്റ്റഡോ ഡിസൈൻസ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ നമുക്കത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മം ഡോട്ടർ കോംബോ ആയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറില്ല, ഞങ്ങൾ പണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡ്രസ്സാണ് ഇന്ന് തുമ്പമ്മ ഇട്ടത്. അവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തുമ്പമ്മ അവിടെ വല്യമ്മനെ കത്തിയടിച്ച് ശരിയാക്കുകയാണ് കേട്ടോ. അവൾ ഒന്ന് സെറ്റ് ആവാനൊന്ന് മിങ്കിളാവാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കും. പക്ഷേ ആ മിങ്കിളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ തലയിൽ കയറും, അതാണ് സ്വഭാവം. അപ്പോൾ തുമ്പമ്മ അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വല്യമ്മയ്ക്ക്. അങ്ങനെ ഇതാ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടന് ഇവക്ക് മിഠായിയും ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിഠായി എൻ്റെ കയ്യിൽ തന്നെ. അപ്പോൾ ഞാൻ അവളെപ്പോൾ കാണിച്ചില്ല, കാരണം മൊത്തം ഡ്രസ്സിലാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് മരുന്നാണെന്ന് പറഞ്ഞിട്ട് വേഗം ബാഗിലേക്ക് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അവൾ അത്ര പൊട്ടത്തിയൊന്നുമല്ല, നൈസായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇതല്ലേ മുത്തായി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല മോളെ ഇത് മരുന്നാണെന്നൊക്കെ പറഞ്ഞു എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ മൂപ്പത്തിൻ്റെ അടുത്ത് കഴിക്കുകയും ചെയ്തിട്ടോ. കഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഡ്രസ്സ് മുഴുക്കെ ആക്കും. അതാണ് എവിടെ പോവുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത് കയ്യിൽ വെക്കാറുണ്ട്. ഇങ്ങനെ കളിപ്പിക്കും. പിന്നെ പൂമ്പാറ്റനെ എന്ത് ചെയ്യൂ? പേനെടുത്ത് കൊടുക്കേ? പിന്നെയോ? ഞാൻ കൊടുക്കുവോ? അയ്യോ. പിന്നെയോ? പിന്നെ എങ്ങോട്ടോ പൊയ്ക്കാളോ? ആണോ? അല്ലൂസേട്ടൻ വന്നാ കരയോ നിമ്പളെ കാണാഞ്ഞിട്ട്? ആണോ? വല്യമ്മ വരുന്നുണ്ടോ നോക്കി നോക്ക്. എവിടെ പോയി നോക്കി നോക്ക്, ഡ്രസ്സ് എടുക്കാൻ പോയിണ്ടാവും. ഇതാണ് കേട്ടോ നമ്മൾ അനിത വല്യമ്മ, അതായത് പാച്ചുവച്ചൻ്റെ ഏട്ടൻ്റെ പ്രേമം വല്യച്ഛൻ്റെ വൈഫാണ് കേട്ടോ. വല്യമ്മയുടെ മോനാണ് പ്രതീക്ഷേട്ടൻ്റെ വൈഫാണ് വിനി ചേച്ചി. ആക്ച്വലി ഇവർ രണ്ടുപേരും വല്യച്ഛനും വല്യമ്മയാണ് കേട്ടോ തുമ്പീൻ്റെ. പക്ഷേ പോയി തിരിച്ച് വരുന്നതിൻ്റെ ഉള്ളിൽ ഏട്ടനും ചേച്ചിയും ഒക്കെ പുതിയ പേരൊക്കെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇവരുടെ രണ്ടുപേരുടെയും മോനാണ് കണ്ണൻ, അതുകൊണ്ട് കണ്ണച്ചൻ കണ്ണമ്മ, അതാണ് ഇവർക്ക് ഇട്ട പേര്. ഞങ്ങൾ തന്നെ കണ്ണച്ചൻ കണ്ണമ്മ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. പോണ വഴിക്ക് ഇതാ ഇറക്കി ഇറങ്ങിയിട്ട് ചേച്ചി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ പോക്ക്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാൻ കേട്ടോ, ചേച്ചിയും ചേട്ടനും കണ്ണച്ചൻ കണ്ണമ്മ എന്നൊക്കെ വിളിപ്പിക്കും, ഞങ്ങളെന്താ തുമ്പച്ചൻ തുമ്പമ്മ അല്ലെ അല്ലച്ചൻ അല്ലമ്മ എന്നൊക്കെയാണ് കുട്ടീനെ കൊണ്ട് വിളിപ്പിക്കാം. ഞാനിങ്ങനെ ആലോചിക്കുക, ഈശ്വരൻ ഞാനിപ്പോൾ വല്യമ്മ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. വല്യമ്മ തന്നെ ഇപ്പം ഞാൻ കുട്ടിക്ക് വിളിപ്പിക്കുന്നത്, ഇനി ഭാവിയിൽ കുട്ടിയായിട്ട് എന്തെങ്കിലും തിരുത്തി വിളിച്ചാലുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. കോമഡി ഒന്നുമല്ല, പോണ വഴിക്ക് വഴി ഏതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വീട് കണ്ടാലും മതിൽ കണ്ടാലും ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് വീടും മതിലും കാണിച്ചവർക്ക് ഞാൻ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ആ മതിലിനിടം വരെ എത്തിച്ചത് നമ്മളെ ഗൂഗിൾ അമ്മായിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ കല്യാണിയൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വരുന്നതൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവൾ അവിടെ തന്നെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഹെയ്സു എന്നുള്ളത് കൺഫേം ആക്കി വെച്ചതാണ്. പക്ഷേ തുമ്പി ഇടയ്ക്ക് അത് മറന്നു, ഇടയ്ക്ക് അവൾ പൂമ്പാറ്റേ എന്നിട്ട് വിളിച്ചു പോവുകയാണ് ചെയ്യുക. ഇവരെല്ലാവരും ആദ്യമായിട്ടല്ലേ വാവനെ കണ്ടേ, സോ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവർ വാവനെ എടുത്ത് കളിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ നമ്മളൊരാളെടുത്ത് പോയിട്ട് വരാം, നമുക്കൊന്ന് പോയി മാളടുത്തിനെ കണ്ടിട്ട് വരാം. കല്യാണിയുടെ അച്ഛൻ്റെ സിസ്റ്ററാണ് കേട്ടോ. മാളടുത്തി ചെറുതായിട്ട് ചെവി കേൾക്കില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ മാളടുത്തി ഉത്തരം പറയാം. എന്നാലും രസമാണ് ഗൈസ്. ഹലോ, എന്താണ് നല്ല സുഖം തന്നെ. പിന്നല്ല ചിരിക്കി ചിരിക്കി ചിരിക്കി. അയ്യോ ഓർമ്മയില്ലേ? ഇല്ല. എന്നോട് കൊണ്ടുപോയോ? ആരെ കൊണ്ടുപോയിക്കാ? മിന്നുവിനെയോ? മിന്നുവിന്റെ അവൻ പോയില്ലേ? ശരി. ആ ഇല്ല, കൊറച്ച് കഴിയണം. ഓരോരുത്തര് ആ ക്യാമറ ഫോണിന്റെ ബാക്കില്. ഇത് മിന്നുവിന്റെ ഓനല്ല, ഇത് ഇന്റെ ഓനാ.
എന്റെ ഫോണിന്റെ ബാക്കിലേ ഞാനും വൈശാട്ടിന് നിക്കുന്ന ഫോട്ടോ ഉണ്ട്. അത് കണ്ട് മകളെടുത്ത് വെക്കുക അത് വിന്നുവിന്റെ മോനല്ലേന്ന്. ശരി ഇത് എന്റെ സ്വന്തം മോൻ. അല്ലേ ആ നാടായിട്ട് കുടിക്കോ എന്ത് രണ്ടൊപ്പരല്ലേ ആ ഒരു പെൺകുട്ടി നാടകത്തിന്റെ നാടകത്തിലോ? ഞാനോ? എന്റെ ഗുരുവായൂരപ്പാ ഞാനില്ല. ഞാൻ ചോദിക്കണോന്ന് ഞാൻ ചൂല മുന്നത് ചോദിക്കുന്നത് ശരിയാ. എവിടെന്നാ നിങ്ങള് കണ്ടത്? എവിടെന്നാ കണ്ടേ? ഞന്നെപ്പോലെ എന്റെ പീടിയല്ല ഞന്നെപ്പോലെ എന്റെ എന്നെ പോലെ ഗ്ലാമർ ഉണ്ടെന്ന് അല്ലേ? ഇന്നെ ഭംഗിയുള്ളതല്ലേ? ഞങ്ങളെന്റെ ഓളെപ്പോലെ എന്റെ വെച്ചുപിടിയുണ്ട്. ആണോ? എല്ലാരും നല്ല ഭംഗിയില്ലേ? അതറിഞ്ഞാ മതി എനിക്ക്. ഞാൻ മാളോടത്തിനടുത്തൊക്കെ കത്തി വെച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കണ്ണമ്മയും കുട്ടികളും വൻ സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചേച്ചീനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയം ഉണ്ടോ ഗൈസ്? ചേച്ചി നമ്മുടെ കൈരളി ചാനലില്ലേ അതിൽ ന്യൂസ് റീഡറാണ് കേട്ടോ. നമ്മുടെ ചോട്ട നല്ല കണ്ണ് തുറന്ന് എല്ലാവരും നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തുമ്പമ്മ കണ്ണച്ചനായിട്ടൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ആദ്യം അടുക്കാൻ കുറച്ച് മടിയാണ്, അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് നേരമൊക്കെ കൺട്രോൾ ചെയ്തു, കാരണം അവരൊക്കെ എടുക്കട്ടെ, അവരൊക്കെ ആദ്യമായിട്ട് കണ്ടല്ലേ വെച്ചിട്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് കയ്യേറി ഗൈസ്. പിന്നെ പെണ്ണിനെ അടുത്ത് ഞാൻ എൻ്റെ DJ ആയിരുന്നു. അവൾ വിചാരിക്കുന്നുണ്ടാവും ഈ തള്ളേനടുത്ത് ഞാൻ പിന്നെയും പെട്ടോന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം അവിടെ വന്നിട്ട് അവൾക്ക് ഒരു സ്വൈര്യം ഞാൻ കൊടുത്തിട്ടില്ല, അവൾ എവിടെയും വെച്ചിട്ടില്ല, അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. കുറേ അവളുടെ കൂടെ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ അങ്ങനെ തുമ്പമ്മ അതാ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്, ഇവരെല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. അപ്പം ഞാൻ ചെറുതിനെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണേ. ആ കാര്യത്തിൽ എനിക്ക് തുമ്പീൻ്റെ കാര്യത്തിൽ ഭയങ്കര സമാധാനമാണ്, കാരണം അവൾ ഇതൊക്കെ കഴിച്ചോളും. അല്ലൂട്ടനാണ് ജ്യൂസും വേണ്ട, മധുരമുള്ള സാധനങ്ങൾ ഒന്നും മൂപ്പർക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അതാ വല്യമ്മ ചെറുതിനെടുത്ത് അതിലേക്ക് ഇങ്ങനെ നടക്കുകയാണേ. അവളാണെങ്കിൽ കണ്ണുറന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എപ്പം നോക്കിയാലും അവൾക്ക് ഉറക്കായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അപ്പോൾ അവൾ കുറച്ച് കണ്ണൊക്കെ തുറന്ന് എല്ലാവരും നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. ഓരോ മുഖത്തെ ഞാൻ കുടിക്കുന്നത് ഇവിടേക്ക് നിന്നിട്ടോ ഞാൻ അമ്മ ഹെൽപ്പ് ചെയ്തരാം. ഇവിടെ വിളിച്ച നല്ല ഹെൽപ്പ്. ഞാൻ കൈവിട്ടു. അവിടെ വാ. സൂപ്പർ സെറ്റ്. സെറ്റ് സെറ്റ് കാണിക്കേ. സെറ്റ് മാമനല്ല വല്യച്ഛൻ. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്. ഏട്ടന്റെ അടുത്തിരുന്നു കേട്ടോ. വല്യച്ഛൻ മോളെ, മൂത്ത വല്യച്ഛൻ. മൂത്ത വല്യച്ഛൻ ആരാ? മൂത്ത വല്യച്ഛൻ വന്നു കേട്ടോ. അയ്യോ പൊന്നിരിക്കാനോ ഓളോ. പാവന്റെ അല്ലോട്ടെ ഇന്നലെയും കൂടെ പറഞ്ഞിട്ടുള്ളൂ വാവേനെ കാണുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി കേട്ടോ. തുമ്പമ്മ വാവേൻ്റെ അടുത്ത് പോകുമ്പോൾ ഓക്കെ അല്ലൂസ് പിന്നെയും ശ്രദ്ധിച്ചിട്ടാണ് വാവേൻ്റെ അടുത്ത് കളിക്കുക. പക്ഷെ തുമ്പി അങ്ങനെയല്ല. തുമ്പി കൈയൊക്കെ പിടിച്ച് കണ്ടോ കുലുക്കണ എനിക്ക് ശരിക്കും പേടിയായി പോവുക ചെയ്യണം കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് അല്ലൂസ് ഇങ്ങനെ തന്നെയായിരുന്നു. തുമ്പി ജനിച്ചപ്പം തുമ്പിയും തുമ്പി ഹെയ്സും നമ്മളുടെ ഏജ് ഡിഫറൻസ് തന്നെയാണ്. അല്ലൂട്ടനും തുമ്പിയും തമ്മിൽ 2 വയസ്സും 7 മാസവും കറക്റ്റ് കേട്ടോ. ആ ഒരു ഏജ് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ അല്ലൂസും ഇങ്ങനെ തന്നെയായിരുന്നു തുമ്പീൻ്റെ അടുത്ത്. വല്ലാത്ത ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് പറയാൻ അറിയില്ല. മറ്റേ പേരാ ഓളെന്താ നമ്മള് വിളിക്കല് പറഞ്ഞോടുക്ക്? ഹെയ്സു ആണോ? ഹെയ്സു എന്നൊന്ന് വിളിക്ക്. ഹെയ്സൽ മെഹക്കാണ് ഉദ്ദേശിക്കുന്നത്. വാവേന്റെ പേരല്ല, വാവേന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ആ നന്നായി വൈശാഖ്. അത് നിന്റെ അച്ഛന്റെ പേരല്ലേ? ഹെയ്സുവിന്റെ അച്ഛന്റെ പേരെന്താ?
ബദൽ അച്ഛൻ വൈശാഖല്ല, വൈഷ്ണവ്. മോളെ അത് പറഞ്ഞു നോക്കട്ടെ. തുമ്പീന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ അത്താത്ത നിന്റെ വൈശാഖ്. ഹെയ്സുവിന്റെതോ? ഏതിന്റെ അച്ഛ ഹെയ്സുവിന്റെ അച്ഛന്റെ പേരെന്താ? വെനപ്പാച്ചു ദിനാ പാർത്ഥിവ്. അതോളെ പേര് ഏതു ഹെയ്സു. ചെലപ്പോ ചെറിയമ്മ വിളിക്കും, ചെലപ്പോ കല്യാണി വിളിക്കും. ഈ കല്യാണിയുടെ കൂടെ കിടക്കുക, അമ്മ പോവുക. പോയോ എടി അമ്മ പോവാന്ന്. നാളെ വരും. തുമ്പിയെ ഈ അമ്മേനെ കാണാതെ കിടക്കുവോ? ഞാനും വായോ തന്നിട്ടുണ്ട്. ഞാനും ഭാവിയും കിടന്നുറങ്ങുന്നു. പോള് വേഗം പൊയ്ക്കോത്. ഞാൻ ഉറങ്ങിയ പോലെ കിടന്നേക്ക. അവരൊക്കെ പൊച്ചോട്ടെ എനിക്ക് വേണ്ടി വിചാരിക്കണ്ടാവുക. അയ്യ വീഡിയോ എടുക്കണ്ട. പോയി കല്യാണിക്ക് റൂം കൊടുത്തു വാ. വേഗം ചെല്ലേ. വേഗം കൊടുത്തു വാ തുമ്പി. പിന്നെ ചെന്ന വണ്ടി എടുത്ത് അവര് കെട്ടിപ്പിടിച്ചു. നാളെ ഇതെന്നുള്ളതാണ് കേട്ടോ. ഇനിയും കുട്ടി ഇവിടെ വന്നിട്ടില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഓരെന്നെ കാത്തിക്കും. ഞാൻ ഇനി ഉമ്മടുത്ത് യാത്ര പറഞ്ഞ് എനിക്ക് മതിയാവില്ല. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങലുള്ളൂ കേട്ടോ. 28-ന് വന്നപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാവരും ഇറങ്ങി ബസ് കയറിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ചിന്തിച്ചിട്ട് പോലുള്ളൂ കേട്ടോ. ഇത്തവണ ഞാൻ പെണ്ണിന് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ബായി ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോട്ട് തുമ്പി ഇങ്ങോട്ട് കയറുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈനുണ്ടല്ലോ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇതിനെ ഇടയാക്കി പോരുമ്പോൾ എനിക്ക് എന്തോ സങ്കടം കേട്ടോ. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് ഇവള് പോന്നപ്പോൾ ഈശ്വരാനി എങ്ങനെ കാണുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഏട്ടനും ചേച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നപ്പോൾ ഞാൻ ഓടിക്കറിയത്. ഇനിയിപ്പം ഞങ്ങൾ കാണും, ഇപ്പം അടുത്ത് തന്നെ കാണും. കാരണം കല്യാണിയുടെ കസിൻ്റെ കല്യാണം ഉണ്ട് കണ്ടോ. പെണ്ണ് പോയി കാല് പിടിക്കുന്നത് കണ്ടോ. കല്യാണിയുടെ കസിൻ്റെ കല്യാണം ഉണ്ട്, ഹെലനയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചെറുതിനെ കാണും ഗൈസ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വാവ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നൊരു ദിവസമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. കാരണം കുറേ പേര് ചോദിച്ചായിരുന്നു എന്തിനാണ് അന്ന് വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോകുന്നത് എന്ന്. അത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ കസിൻ്റെ കല്യാണത്തിന് പോകാണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ്റെ വീട്ടിൽ ആദ്യം വാവ കയറണമല്ലോ, അതുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ കണ്ട് വാവേനെയൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. കാരണം കണ്ണമോനും അല്ലൂസും രണ്ടുപേരും പഠിക്കുന്നത് സെയിം സ്കൂളിലാണ്. ഐ മീൻ പരിയാരം എന്നാണ് പറയുന്നത്, ദയാപുരത്താണ് കേട്ടോ. അപ്പോൾ പക്ഷേ കണ്ണന് 3:30 വരെ ഉണ്ട്, അല്ലൂസിന് ഉച്ച വരെ ഉള്ളൂ. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ടെൻഷനില്ല. ഇവിടെ വലിയച്ഛനുണ്ട് വീട്ടിൽ, എന്നാലും അവൻ എത്തുന്നതിന് മുമ്പേ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നത്. വരുന്ന വഴിക്ക് സംഭവം ഞങ്ങൾക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ ഹോട്ടൽ തപ്പിയും കൊണ്ടാട്ടോ വന്നത്. കാരണം ടൈം കുറേ ആയില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. നല്ല സാധാ ചോറില്ലേ, അതാണ് ഞങ്ങളൊക്കെ വാങ്ങിച്ചത്. ചേച്ചിക്ക് പിന്നെ കോഴിക്കോട് വന്നാലല്ലേ കോഴിക്കോടൻ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ബിരിയാണി കഴിച്ചു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കടകളിലെ മീൻകറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതായി ഇറങ്ങിയപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചിടേണ്ടി വന്നു ഗൈസ്. എന്തായാലും കണ്ണൻ എത്തുന്നതിന് മുമ്പേ അവർ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങനെ വേഗം പോകുന്നു കേട്ടോ. പിന്നെ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് നല്ല രസമായിരുന്നു. തുമ്പമ്മ കണ്ടോ തിരിച്ചു വരുമ്പോഴത്തേക്കും കണ്ണമ്മേൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. മുമ്പിലിരുന്ന് നല്ല എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. പെണ്ണ് കണ്ടോ കാലൊക്കെ വെച്ച കണ്ടില്ലേ ഗൈസ്. അപ്പോൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനി ആയിട്ടാവും. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നെഞ്ചത്തൊരു ഇടിയായിരുന്നു. ഈശ്വര എനിക്കുള്ള പണിയാണല്ലോ മുറ്റത്ത് കിടക്കുന്നത്. നല്ലുട്ടൻ എല്ലാ കളിപ്പാട്ടും എടുത്ത് പുറത്ത് വലിച്ചു വരിയിട്ടിട്ടുണ്ട്. വിറകിൻ്റെ പണി പുറത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും പുറത്തായതുകൊണ്ട് അല്ലൂസ് കളിക്കാൻ വേണ്ടി എടുത്തിട്ടതായിരിക്കണം. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അത് അല്ലുട്ടൻ ചോറ് തിന്നായിരുന്നു. അതാണ് കയ്യിൽ ചോറിന് തൊട്ട് കൂട്ടാനുള്ള സാധനം ഉണ്ടല്ലോ, ഫോണ്, ആ സാധനം കൊണ്ട് വരുന്നത് കേട്ടോ. ഈ ശീലം എത്ര മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഗൈസ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ എന്നുള്ളത് അവർക്ക് ശീലമായിപ്പോയി. അല്ലുട്ടന് ചെറിയ പിണക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവനെ കൂട്ടാണ്ട് പോയതിൽ. പിന്നെ ഇവിടെ വന്ന് ചായ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയൊന്നും പറഞ്ഞു വേണ്ട, കണ്ണം വരുന്നതിന് മുമ്പേ എത്തണം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് അമ്മ ലഡുവും മൈസൂർ പാക്കൊക്കെ കൊണ്ട് കൊടുത്ത് അതൊക്കെ കഴിച്ച് അവർ ഇറങ്ങായി ഗൈസ്. അല്ലുട്ടൻ ഇടയിൽ കൂടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മനോട് ഞാൻ മിണ്ടൂല, അമ്മനെ കൂട്ടാതെ പോയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു ദിവസം നമുക്ക് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് ഗൈസ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ കളി എന്താണെന്നറിയോ, ഫോൺ കളിക്കുന്നത് വ്ളോഗിൽ അച്ഛൻ കണ്ടാൽ ചീത്ത പറയുമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഫോൺ മാറ്റി വെച്ചിട്ട് നമുക്ക് പുതിയ എക്സ്പ്രഷൻ തന്നതാണ് അല്ലുട്ടൻ കേട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് അവർ പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്രയായിരുന്നു. പക്ഷേ സന്തോഷമായി, വാവേനെ കണ്ടു, ഇവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അപ്പോൾ ഇനി അടുത്ത വ്ളോഗ്
വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി വീഡിയോസ് വരുന്നതായിരിക്കും. ഞാനിങ്ങനെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയാണ് വീഡിയോസൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ പ്ലാനിങ്ങിലൊക്കെയാണ്. അപ്പം അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതെന്തത് കാറ് പോവാത്തത്, ഞാനിങ്ങനെ വോയിസ് കൊടുക്കുക ഇപ്പം കയ്യും ചേച്ചിട്ട് കഴിയുന്നില്ല ഗൈസ്, എന്ത് ചെയ്യാമല്ലയ്യ. അപ്പോൾ അയ്യോ ഇവർ പോകുന്നില്ലേ, വേഗം എന്നാലും എനിക്ക് വോയിസ് നിർത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് എന്താ പിന്നെ നിർത്തിക്കൂടെ, പറ്റൂല, എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആവുന്ന വരെ ഞാൻ വോയിസ് കൊടുത്തോണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ ബാക്കിയുണ്ട് ഗൈസ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടേ ടാറ്റ പറയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.